സഹോദരങ്ങളെ, ഒരു പെണ്ണ് മുസ്ലിമാണെങ്കിൽ അവൾക്ക് ഏറ്റവും ആദ്യം വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അവളുടെ വസ്ത്രം നേരെയായിരിക്കുക, അവളുടെ വേഷം അത് ഇസ്ലാമിന്റെ മര്യാദ പാലിച്ചുകൊണ്ടായിരിക്കുക എന്നത്. ഉമൈമ ബിൻതു റുഖൈഖ റളിയല്ലാഹു അൻഹാ എന്ന സഹാബി വനിത ഇസ്ലാം സ്വീകരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അനുസരണ പ്രതിജ്ഞ സ്വീകരിക്കാൻ അത് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയാണ്, ഉബായിഉകി, ഞാൻ ഇതാ നിന്നോട് പ്രതിജ്ഞ വാങ്ങുന്നു, അലാ അല്ലാ തുശ്രികി ബില്ലാഹി ഷൈഅ, അല്ലാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന്, വലാ തസ്രിഖി, മോഷ്ടിക്കരുത് എന്ന്, വലാ തസ്നി, വ്യഭിചരിക്കരുത് എന്ന്, വലാ തഖ്തുലി വലദക്, നിന്റെ സന്താനത്തെ കൊന്നുകളയരുത് എന്ന്, വലാ തഅതി ബിബുഹ്താനിൻ തഫ്തരീനഹു ബൈന യദൈക വരിജ്ലൈക, നിന്റെ ഇരു കൈകൾക്കും കാലുകൾക്കും ഇടയിൽ ഒരു കളവ് കെട്ടിച്ചമക്കരുത് എന്ന്, അഥവാ നിന്റെ ഭർത്താവിന്റെ സന്താനമല്ലാത്ത സന്താനത്തെ അയാളിലേക്ക് ചേർത്തി പറയുക പാടില്ല എന്ന്. വലാ തനൂഹി, നീ മരിച്ചു കഴിഞ്ഞാൽ അട്ടഹാസം ഉണ്ടാക്കരുത്, ബന്ധുക്കളോ മറ്റോ മരിച്ചാൽ ആർത്തട്ടഹസിക്കരുത് എന്ന്. വലാ തബറജി തബറുജൽ ജാഹിലിയത്തിൽ ഉലാ, ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രദർശനം അത് നീ നടത്താൻ പാടില്ല എന്ന്. നോക്കൂ, സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിലേക്ക് വരുന്ന ഒരു പെണ്ണിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രതിജ്ഞ വാങ്ങുന്നു. ഇസ്ലാമിലേക്ക് വന്ന ആ മഹദിയായ സഹാബി വനിതയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞുവെങ്കിൽ നോക്കൂ, അത് മുസ്ലിം പെണ്ണിന്റെ, മുസ്ലിം സ്ത്രീയുടെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ ഈ പറയുന്ന താക്കീത് പറഞ്ഞവരിൽ നീ ഉൾപ്പെട്ടു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സിൻഫാനി മിൻ അഹ്ലിൻ നാർ, രണ്ടു കൂട്ടർ അവർ നരകത്തിലാണ്, ലം അറഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല. അഥവാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണ് ഈ രണ്ട് വിഭാഗങ്ങൾ ഉണ്ടായത്. ഒന്ന് ഖൗമുൻ മഅഹും സിയാത്തുൻ കഅദ്നാബിൽ ബഖരി യദ്രിബൂന ബിഹന്നാസ്, ഒരു കൂട്ടർ അവരുടെ കയ്യിൽ പശുവിന്റെ വാൽ പോലെയുള്ള ചാട്ടവാറുകളുണ്ട്, അതുകൊണ്ട് അവർ ജനങ്ങളെ അടിക്കുന്നു, മർദ്ദകരും ക്രൂരന്മാരുമായ ആളുകൾ. വനിസാഉൻ, രണ്ടാമത്തേത് ഒരു കൂട്ടം സ്ത്രീകളാണ്, കാസിയാത്തുൻ ആരിയാത്തുൻ, അവർ വസ്ത്രം ധരിച്ച നഗ്നകളാണ്, അവൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണുന്നുണ്ട്. അവളുടെ കൈകൾ കാണുന്നു, അവളുടെ കാല് കാണുന്നു, അവളുടെ നെഞ്ച് കാണുന്നു, അവളുടെ മുടി കാണുന്നു, അവളുടെ സൗന്ദര്യം പലയിടത്തും അവൾ വെളിപ്പെടുത്തുന്നു. അതുപോലെ ശരീരം മറച്ചിട്ടുണ്ട്, പക്ഷേ അതിന്റെ ആകൃതി കൃത്യമായി കാണുന്നു. മുമീലാത്തുൻ മായിലാത്ത്, അവൾ മറ്റുള്ളവരിലേക്ക് ചാഞ്ഞു പോകുന്ന, മറ്റുള്ളവരെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളാണ്. അവരുടെ നടത്തത്തിൽ അവരുടെ മ്ലേച്ഛതയുണ്ട്. റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില, അവളുടെ ശിരസ്, തലമുടി അത് ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ഉണ്ട്. ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദ്ന റീഹഹ, അങ്ങനെയുള്ള സ്ത്രീകൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, അതിന്റെ സുഗന്ധം പോലും അവർക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്ന റീഹഹ ലയൂജദു മിൻ മസീറതി കദാ വകദാ, സ്വർഗ്ഗത്തിന്റെ പരിമളം അതിതാ ഇത്ര ദൂരം അടിച്ചു വീശുന്ന സുഗന്ധമാണ്. സ്വർഗ്ഗത്തിൽ വിശ്വസിക്കുന്ന സഹോദരി, നിന്റെ നല്ലവരായ മുൻഗാമികളുടെ കൂടെ നമ്മുടെ ഉമ്മമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, അവർ പ്രവേശിക്കുന്ന സ്വർഗ്ഗത്തിൽ, മറിയമും ആസിയയും റളിയല്ലാഹു അൻഹുമ പ്രവേശിക്കുന്ന സ്വർഗ്ഗത്തിൽ, അല്ലാഹുവിന്റെ അരികിൽ, റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ അവിടെ പ്രവേശിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നീ നിന്റെ വേഷം നന്നാക്കുക, നിന്റെ ഖൽബ് നന്നാക്കുക, നിന്റെ വസ്ത്രം നന്നാക്കുക, നിന്റെ പെരുമാറ്റം, നിന്റെ സംസാരം, അതെല്ലാം ഇസ്ലാമിന്റെ അതിർവരമ്പുകൾക്കുള്ളിൽ നിന്നതാവുക. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, ചില ആളുകൾ പിൽക്കാലത്ത് വരാനുണ്ട്, നിസാഉഹും, അവരുടെ സ്ത്രീകൾ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ധരിച്ച നഗ്നകളാണ്. അലാ റൂസിഹിന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ ഇജാഫ്, മെലിഞ്ഞ ഒട്ടകങ്ങളുടെ പൂഞ്ഞ പോലെയാണ് അവരുടെ തലമുടി ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇൽഅനുഹുന്ന, നിങ്ങൾ അവരെ ശപിക്കുക, ഫഇന്നഹുന്ന മൽഊനാത്ത്, അവർ ശപിക്കപ്പെട്ട സ്ത്രീകളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നിന്റെ ദുനിയാവിൽ ആരൊക്കെ പുകഴ്ത്തി പറഞ്ഞിട്ട് എന്ത് കാര്യം? ആരൊക്കെ നിന്റെ സൗന്ദര്യത്തെയും നീ ധരിച്ച വസ്ത്രത്തിന്റെ പളപളപ്പിനെയും പുകഴ്ത്തി പാടിയിട്ട് എന്ത് കാര്യം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം നിനക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ വൃത്തികെട്ട ആളുകളുടെ പുകഴ്ത്തൽ നിനക്ക് എന്തു പ്രയോജനം ചെയ്യാനാണ്?
നന്മ നിറഞ്ഞ ആളുകൾ, മുഅ്മിനുകളുടെ ശാപം അത് നിനക്ക് കിട്ടിയിട്ട് എന്തു പ്രയോജനമാണ് ഉണ്ടാവുക? അള്ളാഹുവിന്റെ കൽപ്പന നീ ധിക്കരിക്കുന്നതിൽ ഏത് സൗഭാഗ്യവും ഏത് അഭിമാനവും ഏത് സന്തോഷവുമാണ് നീ കാണുന്നത്? وقرن في بيوتكن ولا تبرجن تبرج الجاهلية الأولى. അള്ളാഹു പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഓ സ്ത്രീകളെ ഒതുങ്ങിക്കഴിയുക. ولا تبرجن تبرج الجاهلية الأولى. ജാഹിലിയത്തിന്റെ സൗന്ദര്യ പ്രദർശനം അത് നിങ്ങൾ നടത്തരുത്. നീ നിന്റെ സൗന്ദര്യം പ്രദർശിപ്പിച്ച് നടക്കുന്നുണ്ടോ? ആളുകൾ അത് പുരോഗമനമാണെന്ന് പറഞ്ഞു തരുന്നുണ്ടോ? അള്ളാഹു അതിനെ വിളിച്ചത് ജാഹിലിയത്ത് എന്നാണ്. അള്ളാഹു അതിനെ വിളിച്ചത് അന്ധകാരത്തിന്റെ അജ്ഞതയുടെ കാലത്തെ, അതാ ഒരു നിയന്ത്രണവുമില്ലാതെ കൊലപാതകങ്ങൾ നടത്തിയ, പെൺകുട്ടികളെ കുഴിച്ചുമൂടിയ, വ്യഭിചാരത്തിലും മദ്യത്തിലും മുങ്ങിക്കുളിച്ച വൃത്തികെട്ട തലമുറയുണ്ടല്ലോ, അവരിലേക്കാണ് അള്ളാഹു നിന്നെ ചേർത്തി വിളിച്ചതെന്ന് മനസ്സിലാക്കുക. നീതാ ഈ തബറുജിന്റെ സൗന്ദര്യ പ്രദർശനത്തിന്റെ ആണുങ്ങളുമായി കൂടിക്കലരുകയും അവരുമായി കൊഞ്ചിക്കൊടയുകയും യാതൊരു മര്യാദയും പാലിക്കാതെയാണ് നിന്റെ പെരുമാറ്റവുമെങ്കിൽ സഹോദരി ശ്രദ്ധിക്കുക. അള്ളാഹു ജാഹിലിയത്തിൽ എന്ന് വിശേഷിപ്പിച്ചവരിൽ ഉൾപ്പെടാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇതെന്തു മാന്യതയാണ്, ഇതെന്ത് പുരോഗതിയാണ്?